നിങ്ങളും എന്നെ പോലെ തെറ്റിദ്ധരിച്ചോ എന്നറിയാനാണ് ഈ വീഡിയോ. ഈ മുനമ്പത്തുകാരുടെ പടക്കം പൊട്ടിക്കലും അവരുടെ സന്തോഷ പ്രകടനങ്ങളെല്ലാം കണ്ടപ്പോൾ അവർക്ക് ഭൂമി തിരിച്ചു കിട്ടി എന്നാണ് എൻ്റെ വിശ്വാസമായിരുന്നു. ഇനി പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതോടുകൂടി അവർക്ക് തൊട്ടടുത്തുള്ള വില്ലേജ് ഓഫീസുകളിൽ പോയി ടാക്സ് അടച്ചാൽ അവരുടെ റവന്യൂ അവകാശം കൂടി കിട്ടി എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാവുന്നത് അവർ സമരം തുടരുകയാണ്. വീണ്ടും ഈ BJP നേതാക്കൾ അവിടെ പോയി വർഗീയ വിഷം ചീറ്റുകയാണ്. ഈ BJP നേതാക്കൾ പറയുന്നത് അവർ കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ കൂടിയാണെന്നുള്ളത്. പ്രത്യേകിച്ച് വർത്തമാനകാലത്ത് ഈ സ്വന്തം വീടുകളിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടുന്നവർ ആരെന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാം, അതിൽ കൂടുതൽ മുസ്ലിം സമൂഹമാണ്. അത് ഗസ ആയാലും ഇങ്ങ് UP ആയെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിലാണെങ്കിലും ഈ ജീവിതായുസ് മുഴുവൻ ചെലവാക്കി വീട് കെട്ടിയത് ഈ സംഘപരിവാറിനെതിരെ സംസാരിച്ചു അല്ലെങ്കിൽ അവർക്കെതിരെ പ്രകടനം നടത്തി അല്ലെങ്കിൽ മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ രാത്രികാലങ്ങളിൽ വന്ന് ബുൾഡോസ് ചെയ്യുകയും ആ ബുൾഡോസറുകൾക്ക് മുമ്പിൽ നിന്ന് അവശ്യ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി കരയുന്ന മുസ്ലിം കുടുംബങ്ങളെ നമ്മൾ ഈ 10 വർഷം കൊണ്ട് എത്രയാണ് കണ്ടത് എന്ന് നമുക്കറിയില്ല. ഭക്ഷണത്തിന്റെ പേരിൽ പോലും തല്ലിക്കൊല്ലുന്ന ഈ സംഘപരിവാർക്കാരാണ് ഈ മുനമ്പത്ത് വന്ന് ഞങ്ങൾ ഈ പാവങ്ങളുടെ കൂടെയാണെന്ന് പറയുന്നത്. ഒരു തരം കോഴി അല്ലെ കുറുക്കന് കോഴിക്ക് കാവലിരിക്കുന്നത് പോലെയാണ് BJP നേതാക്കൾ മുനമ്പത്ത് കാവലിരിക്കുന്നത്. ഇപ്പോഴെങ്കിലും മുനമ്പത്തുകാർ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ നിയമം കൊണ്ട് യാതൊരു ഗുണവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇനിയും കോടതി വ്യവഹാരങ്ങൾ നടത്തിയാൽ മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഭൂമിയുടെ അവകാശം സ്ഥാപിച്ച് കിട്ടുക എന്നുള്ളത്. ഈ കുടിയൊഴിപ്പിക്കലിന്റെ വേദന ഏറ്റവും കൂടുതൽ അറിയുന്ന സമൂഹം എന്ന നിലക്കാണ് മുസ്ലിം സമൂഹം. തുടക്കം മുതൽ അവർ മുനമ്പത്ത് നിന്ന് കുടിയിറക്കേണ്ടതില്ല എന്ന് എല്ലാ മുസ്ലിം നേതാക്കൾ പറഞ്ഞതും അതിനിടയിലാണ് ഈ സംഘപരിവാർ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തെറ്റിക്കാൻ ഈ മുനമ്പം വിഷയം എടുത്തിട്ടത്. ഈ വഖഫ് ഭേദഗതി പാസ്സായാൽ നിങ്ങൾക്ക് ഭൂമി കിട്ടുമെന്നുള്ള ഉറപ്പാണ് അവർ സമരം തുടരുന്നതോടുകൂടി നമുക്ക് അതിൽ സംശയം വന്നത്. എന്നിരുന്നാലും ഭാവിയിൽ നമുക്ക് അതിൻ്റെ നിലപാടുകൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.